ചെറിയേച്ചി ചെറിയേച്ചി ഇങ്ങനെ തുടങ്ങിയാലോ? മുത്തശ്ശി ദേഷ്യത്തിന് എന്തോ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അസത്ത കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയോള. അച്ഛനും നിങ്ങൾക്കൊക്കെ നാണക്കേടുണ്ടാക്കി ഓടിപ്പോയോളാം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ചെറിയേച്ചി സങ്കടപ്പെടുത്തിയിട്ട് ആരും ഇവിടെ കല്യാണം നടത്താൻ പോണില്ല. രാമൻകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ബോധിച്ചു. ചെറിയേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയാളൊക്കെ എന്താ ഒരു കുറവ്? സ്കൂള് മാഷ്, കുടുംബ മഹിമയുണ്ട്, പ്രായം അത്രയ്ക്ക് അധികമൊന്നുമില്ല. പിന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചത് 3 മാസം ആ പെണ്ണ അയാളെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. അതില് കുട്ടികളൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട. കല്യാണം കേൾക്കുമ്പോ പേടിയാവുക. പിന്നെ എന്താ നിന്റെ ഭാവം? എന്നാ എന്റെ കണ്ണടയാന്നറിയില്ല. കോടതിന്ന് വിധിയായാൽ ഇറങ്ങി കൊടുക്കണം. വിടുന്ന എങ്ങനെ പോവും? ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. നീ മാത്രല്ലല്ലോ, ഇവളെയും കഷ്ടപ്പെടുത്തണോ? ഈ ചെറുപ്രായത്തില് നിങ്ങൾക്ക് വേണ്ടി അവള് കടന്നോടണം. ചെറിയ ശപിക്കരുത് നീ. ഒരു ദിവസം ഒരു ദിവസം സ്നേഹിച്ച ആളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളതാ ചെറിയച്ചി. മനസ്സിന് പോയിട്ടില്ല ഇപ്പോഴും. ശല്യം ഒഴിവാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെറിയച്ചിക്ക് സമ്മതം. ഏത് കല്യാണത്തിനും നമ്മളെ കുറിച്ച് ഓർത്തുള്ളൂ. ചെറിയച്ചി പറഞ്ഞത് കാര്യല്ലേ? ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ബാധ്യത ഒഴിവാക്കാനാണോ നമ്മള്? വേണ്ട, ഒന്നും വേണ്ട. വേണം, ഒക്കെ വേണം. ചെറിയച്ചി ഇപ്പോഴും അയാളെ സ്നേഹിക്കണുണ്ടെങ്കിൽ അയാളെ തന്നെ ചെറിയച്ചി കല്യാണം കഴിക്കണം. ഞാനൊന്ന് പോയി സംസാരിക്കാം അയാളോട്. നടക്കും, നമുക്ക് നടത്തണം. എനിക്ക് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ. ആ കുട്ടിയുടെ അച്ഛനാ അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞില്ലേ? രണ്ടുപേർക്ക് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചൂടെ? വിരോധം ഉണ്ടായിട്ടല്ല, അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പകയുണ്ട്. ഞാനൊന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലോ? നല്ല കാര്യായി. എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 ആണും 4 പെണ്ണുവാ. മൂത്ത ഏട്ടന് 40 എന്നിട്ട് ഇപ്പോഴും അമ്മയെന്ന് അമർത്തി മൂളിയ ആ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിക്കും മൂപ്പര്. അമ്മയുടെ സമ്മതം വേണോ? നമുക്കൊരു രജിസ്റ്റർ ഓഫീസില് ആവായിരുന്നു അന്നാണെങ്കിൽ. ഇനിയിപ്പോ വീട്ടിലാകെ പ്രശ്നമാവും. ഞാനും അല്പം പ്രാക്ടിക്കലായിരുന്നു കുട്ടികളൂ. അമ്മ സമ്മതിച്ചാ? സമ്മതിക്കേ, ശ്രമിച്ചു നോക്കാം ഞാൻ. ഇപ്പൊ ഒരാലോചന കൊണ്ട് വന്നിരിക്കണു. അങ്ങനെ പറയരുത് ദേവി ചേച്ചി. ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്. ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൂടെ തല്ലി ചതപ്പിച്ചു. 3 മാസാ നാണുവേദ്യയോട് വീട്ടിൽ നടത്തിയത്. കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെണ്ണ ഇപ്പോഴും പോയിട്ടാണ് മനസ്സിന്ന്. പോലീസുകാർ തല്ലിയൊന്നുമില്ല. കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ. നീ ഉണ്ടോ? കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണിന്റെ ചെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണിനെ വിളിച്ചുണ്ടാവും. വന്നാലും ഞാൻ കേറ്റും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിന് മോളിൽ തലയുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ദേവി ചേച്ചി സമ്മതിക്കില്ലെന്ന്. അപ്പൊ സതീശ് എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഇഷ്ടാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന്. ഇങ്ങനെ ഇറങ്ങു ഗോപി, നമുക്കില്ല അഭിമാനം. ഭരതൻ മാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവളൊന്ന് പ്രേമിച്ചു പോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്നേ അങ്ങനെ വേണ്ട ചേടാ. താൻ എന്തേ കാണിച്ച്? ആ തള്ളെ പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിക്കാൻ വന്നിട്ട് ഓടണ പട്ടി കുരുമുഴ മുമ്പേന്നാ പട്ടി വടിമേൽ വന്ന് വീണതാ. നോക്കിക്കോ രാമകുട്ടി, ഒന്ന് നിക്കണേ. വിളിച്ചു. എന്തേ? വാ, നീ അകത്ത് പോ. എന്താ? ഇയാളവിടെ ഇരിക്കേ. അവിടെ ഇരിക്കേ. നീ അവിടെ നിക്ക്. രമേ, ഉമ്മറത്ത് കണ്ടി ചായ എടുക്കേ. പാലുണ്ടാവില്ലേ? കട്ട മതി. ഇങ്ങോട്ട് വന്നു രാമകുട്ടി. അല്ല, ഈ ഡോക്ടറെ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോ 5 ലക്ഷവും ഒരു മാരുതി കാറും 100 പവനൊക്കെ ചോദിക്കണത്. എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രയ്ക്കൊന്നും വേണ്ട. 1 ലക്ഷവും 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് ഉറപ്പിക്കാം. ചുവന്ന മാരുതിക്കാർ തന്നെ വേണോ? തോന്നതാ നല്ലത്. പച്ചയായാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ. പുതിയ തന്നെ വേണ്ട നമുക്ക്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടാവോ? 10, 100, 1000, 10,000 ലക്ഷം. 5 പൂജ്യം.
അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ. അതിന്നും കളയാൻ നമുക്കൊരു പൂജ്യം. ബാക്കി ദേവകി ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചു. നമ്മൾ കുറപ്പിക്കുന്നു. ഗോപിയേ 1000 രൂപ 5 പവനോ? ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ നീയെ. ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അത് എന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന്. തലേന്ന് എന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റുണ്ടായ ചെക്കൻ ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ് തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്തെന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിട്ടേ പെണ്ണിനെ ഇതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റ തന്നെയാ. ഏറ്റല്ലോ. താൻ എന്താ അക്രമയെ കാട്ടിയത്? 50,000 ഉറുപ്പികയും 20 പവനും നടക്കണ കാര്യമാണോ? ഇതിൽ കൂടുതൽ കാല് പിടിക്കാൻ എനിക്ക് വശില്ല. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനം ചോദിച്ചില്ലെന്നാണോ നീ പറയണത്? അയ്യേ, സ്ത്രീധനേ. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രയ്ക്ക് സ്ത്രീധന വിരോധിയാ. ഇത്രയ്ക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. അപ്പൊ മുത്തശ്ശി ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം. അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരിയമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരിയമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചുണയുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കൈയും പിടിച്ച് സ്ലോ മോഷനിലൊരു പോക്കുണ്ട്. വേണ്ട വേണ്ട വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ചേൽപ്പിക്കാം. അവനവിടെ ഗോപി മോളിലുണ്ട്. ഒരു വിളിക്കേ. ഗോപി, ദാ ഏട്ടൻ വിളിക്കണോ? ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിലേറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ? ആ ശേഖരൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം. മറച്ചു കൊടുത്ത 15,000 പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കും നീ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വെച്ചു കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 റുപ്യ വാങ്ങി. എന്തിനപ്പം നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ. എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞ താ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ? എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ. ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 ഉറുപ്പിയും 20 പവനും. മുമ്പിൽ ഒരു വഴിയും തെളിയില്ല. ചെറിയച്ചിയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടിയോളോ ഞങ്ങളെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി സാരിയുടെ അടവന്നെ മുഴുവനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ ആട്ടെ, എങ്ങനെയാ അതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കുന്നത്?
ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5000 ഒന്നും ഉണ്ടാവില്ല. ഒരു 3000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപേ, നാളെ ഒരു 3000 റുപ്യ അഞ്ജലിയുടെ അക്കൗണ്ടിൽ കൊടുത്തേക്ക്. ശരി. കൊറേ നേരമായല്ലോ നീ ഇരിപ്പുടങ്ങിയിട്ട്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല അടുത്തേമേ. 25000 ഉറുപ്പിക്ക് 20 പവനും നാളെ സന്ധ്യക്കും ഉണ്ടാക്കണം. ചെന്ന് കാല് പിടിച്ച് നോക്കി, ആ തള്ള ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്താ പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ. ഏട്ടന് എത്ര ഉപദേശിച്ചു നിന്നെ. ഒക്കെ ശരി തന്നെ, എടുത്ത കാര്യം ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക എന്നെന്ന തീരുമാനം. എങ്ങനെ? നിന്നെ കൊണ്ട് കൂട്ടിയെ കൊണ്ടതിനപ്പുറത്തല്ലേ. ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ട് ഒരു മറുപടി കൂടി ഇല്ല. ഇത് വിറ്റോളൂ ഗോപി, ഏട്ടൻ അറിയണ്ട. വേണമെങ്കിൽ ചിന്തുമോളുടെ മാലയും കൂടി ഊരാം. അത്രയെങ്കിലും ആയില്ലോ. വേണ്ട ഇടത്തെ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലോ. ഏട്ടൻ വരട്ടെ, ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി, ഏട്ടൻ കാശുണ്ടാക്കാനെന്ന് എവിടെയൊക്കെ തെണ്ടി? അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ? ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്. പക്ഷെ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം. ഈ വീടും പറമ്പും ഒന്ന് പണയം വെച്ച്. കൊള്ളാം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാലോ. ഗോവിന്ദമേനോന്റെ മക്കള് വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ ഇടയുണ്ടാവരുന്ന്. അന്ന് നീ 5ാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം. എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ചച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ. വെയിറ്റ് ചെയ്യട്ടോ. വാ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ട് കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അടങ്ങൾ കൊടുക്ക്. ദാ, അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടു. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം. സതീഷിന് ചെറിയച്ചോട് അത്രയ്ക്ക് സ്നേഹം പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ. അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ. എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി. ഇനിയിപ്പോ സന്ധ്യയ്ക്കും 25000 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കോ ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്. കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ട്. ബാക്കി കയ്യിൽ വെക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവറാച്ചോട് തന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമുള്ളൂ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോ
50,000 ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ ഇത്രയും പണോ പണം? എന്താ എല്ലാവരും പണിയൊക്കെ നിർത്തി? ദാ കണ്ടില്ലേ, ആ ആങ്ങളച്ചക്കം വന്ന് കാട്ടിയതാ. അകത്തും നിന്ന് ബഹളം ഉണ്ടാക്കിട്ടത്. ഗോപി വന്ന് താവാന്ന് കരുതിയിരുന്നതാ. എന്താ ഉണ്ടായത്? അവൻ വന്ന് പണ്ടൊക്കെ എടുത്തോണ്ട് ഈ ഗോപി. എന്താ ചെയ്യണ്ടേന്ന് അറിയണ്ടേ എനിക്ക്? പോലീസിൽ അറിയിച്ചല്ലോ ഗോപി. ആ തള്ളയുടെ കാശ് കൊടുത്തപ്പോ ഒക്കെ ഭംഗിയോന്ന് കരുതിയതാ. ഇനി ആ സതീഷിനോട് ജനന്താ പറയണ്ടേ ഈശ്വര? എങ്ങോട്ടും പോയിട്ടുണ്ടാവാ? അറിയില്ല. ആ രഘു വരണുണ്ട് ഈ വഴിക്ക്. ഏത് ഭരതമാഷ മോൻ രഘുവാ? ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കടവിലേക്കാൻ തോന്നുന്നു. നേരെ പോണ കണ്ടു. ആളുണ്ട്. അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അത്. ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണീരുണ്ട് അതില്. അത് ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ്, അത് കൊണ്ടുപോകരുത്. Yeah.
ഒക്കെ കിട്ടി. ഒരു വളം ഒഴിച്ച് അത് സാരമില്ല. തൽക്കാലം ഇച്ചൊരു വളം എടുക്കാം. എന്താ എന്താണ്ടായേ? കൊണ്ടുപോയി മുത്തശ്ശി കൊടുക്ക്. മുത്തശ്ശൻ ചെറിയച്ചൊക്കെ വിഷമിച്ചിരിക്കല്ലേ? പറയേ, എന്നോട് പറയേ, എന്താണ്ടായേ? എന്താണ്ടായേ? കൊന്നു, ഞാൻ കൊന്നു. കൊല്ലേണ്ടി വന്നു എനിക്ക്. ഇല്ല, ആരും കണ്ടിട്ടില്ല. പാടത്ത് ചെടിയിൽ വെച്ച വരമ്പത്തൂടെ പൂത വരണ്ടായിരുന്നു. വലിച്ചുകൊണ്ടുപോയി പാർവതിക്കാവിന്റെ പിന്നിലുള്ള പൊട്ടക്കിട്ടിട്ടു. ആരും കണ്ടില്ല, ആരും അറിയാനും പോണില്ല. നാളെ കല്യാണം നടക്കണം. അത് കഴിയണവരെങ്കിലും ആരും ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് മുത്തശ്ശൻ ചെറിയച്ചും ചോദിച്ച എന്തെങ്കിലും നുണ പറഞ്ഞേക്കണം. പെണ്ണ് എവിടെ പോയി കിടക്കുക? മുത്തശ്ശി ചെല്ലേ, കരയാണ്ട് ചെല്ലേ. കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് ചെറിയ കല്യാണം നടക്കാതെ വരരുത്. ചെല്ലേ, ഞാൻ വന്നോളാം. വാ. നീ എവിടെയായിരുന്നു കുറെ നേരമായിട്ട്? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഉത്സാഹക്കുറവ് പോലെ? ഏയ്, ഞാനിതൊന്ന് കഴിയണ വരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പൊ എത്തും.
അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടൈലർ ഒരു ടാക്സി വിളിച്ചിട്ട് അത് വരുന്നത് പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാ മൂപ്പര് വരണേ. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇങ്ങോട്ട് കാറ് കയറില്ലല്ലോ, ഒരു പല്ലക്കാരിക്ക് സൗകര്യം. 4 ആളെയും കൂട്ടാം, ചുമന്നിട്ട് വരാം. പാലത്തിന്റെ ഇപ്പം വരെ കാറ് വരുമല്ലോ, പിന്നീട് നടന്നോളൂ അധികാരി. ആ വരിക. അമ്മ വന്നില്ലേ? വരുന്നുണ്ട്. അല്ലടോ അയൽക്കാരാ, നാഗസ്വരം വായിക്കാൻ ആരെയാ വിളിച്ചിരിക്കണേ? ആ അപ്പു ചെട്ടിയാരായിരുന്നു ഈ വായിക്കുന്നത്. കാണാൻ തന്നെ ഒരു കലയായിരുന്നു. കാശിത്തിരി അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഓ, ഇയാളെ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി ദേഹണത്തിന് കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ച നാക്കില് വെക്കാൻ പറ്റുമോ? ആ തിരുവില്ലാമല ശങ്കരംഭ്രാന്തിരായിരുന്നെങ്കിൽ കാശിത്തിരി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പിടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിന് ഇമ്രാന്തിന്റെ സദ്യവട്ടം ഇപ്പോഴും ആവുന്നു പോയിട്ടില്ല. ഇയാൾ ടാക്സി വിളിക്കാൻ പോയില്ലേ? അപ്പോഴേ ഒന്നിട്ട് വന്നേ. ഇനി ചെക്കൻ ചിലപ്പോ വരുണ്ടാവില്ല എന്ന് വെക്കാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. പകരത്തിന് വേറൊരാളെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. അതെ അച്ഛനാരെ അറിഞ്ഞോ? നമ്മുടെ പാറോലിക്കാവിന്റെ പിന്നാപ്പുറത്തുള്ള പൊട്ടക്കിണറ്റിലെ ഒരു ശവം കിടക്കണം. അവിടെ നിറയെ കൂടിയിട്ടുണ്ട്. ആരാപ്പത് പാർവതിക്കാവിലെ പൊട്ടക്കെട്ടിൽ ചാടിച്ചത്തത്? ചാടിച്ചതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, ഒന്നുണ്ടാവില്ല. അതറിയരുത്. ചെറിയ ചുരുങ്ങുന്നുണ്ടെന്ന് പോയി നോക്ക്. അവര് വന്ന് എത്രയും പെട്ടെന്ന് ചടങ്ങ് തീർക്കണം. ആരും ഒന്നും അറിയണ്ട. നീ ഇവിടെ നിൽക്കുക. ഭാരതി അന്വേഷിക്കണ്ടായിരുന്നു തന്നെ. അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കുന്നത്? അതിങ്ങോട്ട് എടുത്തോളൂ. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്. മറന്നോ? മറന്നിട്ടില്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംഗതി ഞാനും ഭരതനുമായിട്ട് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആപത്ത് നേരത്ത് അച്യുതനാരനെ വേണം സഹായത്തിന്. ഇവിടെ ഇപ്പൊ ആപത്തല്ലല്ലോ, ആഘോഷമല്ലേ? രണ്ടും ഒന്നെ. കാശിന് ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ അച്യുതനാരുണ്ടാവും മുമ്പില്. വരൂ 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 വരൂ. നടക്കൂ നടക്കൂ. അല്ല, അങ്ങോട്ട് പൊക്കോളൂ, ഇരുത്തോളൂ. അതെ, കൊട്ടക്കിണറ്റിൽ കണ്ട ശവം വേറെ ആരുടെ അല്ല, ഭരതമാഷിന്റെ മോന്റെ രഘുവിന്റെ. പോലീസ് നായൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. കൊലപാതകമാണോ കേക്കണേ? അതാപ്പ കഥ. ആപത്തെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായി വരേ? എന്റെ നാക്കിൽ ഗുളികനാ. ആരോ തല്ലുകൊന്ന് കിണറ്റിൽ ഇട്ടതാവുന്ന പറയണത്. ആവും വഴക്കും വക്കാനും ഒഴിഞ്ഞ നേരണ്ടോ? അപ്പോഴേ അറിയാം അവന്റെ ആയുസിന് നീളമില്ലാന്ന്. അല്ല അച്ഛനാരെ, ഈ മരിച്ചത് ആരാ? ഈ കുട്ടികളുടെ ആങ്ങള മരിച്ചു എന്ന് കേൾക്കുമ്പോ എങ്ങനെ പെങ്ങളുടെ കല്യാണം നടത്തുക? നേരാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോ എന്താ വേണ്ടത് മഹേശ്വരമേ? കല്യാണം നിർത്തുക, അതിനല്ലേ വേണ്ടത്? കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു. കല്യാണം മാറ്റിയെന്ന് പറഞ്ഞാലെങ്ങനെ? അത് പറ്റില്ല. ഇയാളല്ലാതെ തീരുമാനിക്കേണ്ടത്. ഇവിടെ കാരണന്മാരുണ്ട്. ഇത്രയും നാള് കാരണന്മാരും കണ്ടില്ലല്ലോ. കല്യാണം നടക്കണം. മുത്തശ്ശി പെണ്ണിനെ നടക്കാൻ പറയും. ധിക്കാരം പറയാ ഇയാള്. അയൽക്കാരന് കല്യാണം കൂടാനുള്ള അവകാശമുണ്ട്, സദ്യ ഉണ്ടാകാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ നടത്തിക്കോളും. അയൽക്കാരനായിട്ടല്ല ഗോപി ഇവിടെ. അവൻ പറയുന്നതാ ശരി. കല്യാണം മുടക്കാൻ വയ്യ. എന്താ മഹേശ്വരമേ, നിങ്ങൾക്കുല്ലേ ബോധം? ഒന്നുമില്ലെങ്കിൽ ഒരേ ചോരയല്ലേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അങ്ങനെയാന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ നടക്കിയിരുന്നില്ലേ വിറ്റുള്ളവൻ. ഒരു കണക്കിന് ഉപദ്രവം തീർന്നു എന്ന് കരുതേനെ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ? ഇങ്ങനെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വരെ അമ്മാമേ, ഒന്നും ഇങ്ങോട്ട് വരൂ. എന്താ പറയൂ? വരൂ. പ്രായത്തിന്റെ ബഹുമാനമൊക്കെ തരണുണ്ട്. വേണ്ട വേണ്ടെന്ന് പലതവണ കരുതണു. ഇത്രത്തോളായ സ്ഥിതിക്ക് ഇനി വേണം. എന്താ? ഇതുകൊണ്ട് മതിയാവൂല്ലെങ്കിൽ ഇനി എന്റെ കൈ പൊങ്ങും. മേലെങ്കിലും നോക്കില്ല. കല്യാണം നടക്കണം, മനസ്സിലായോ? ഗോപി വന്നേ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഗോപി പറഞ്ഞ അതിന്റെ ശരി. ഞാനിതെന്റെ ആദ്യം ആലോചിക്കാൻ ആലോചിക്കണേ. ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ?
അതും ഈ ഗോപിയും അഞ്ഞലിമോളൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് കല്യാണം നിർത്തണ്ട, നടക്കട്ടെ. മരിച്ചവര് മരിച്ചു. വേണമെങ്കിൽ അതിന്റെ പേരിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് 1 മിനിറ്റ് എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്താം നമുക്ക്. എന്നാലും വഹിക്കണ്ട, കുട്ടി ഇറക്കിക്കോളൂ. അതായത് വായിച്ചോളൂ. ഒന്ന് വേഗം ഇങ്ങോട്ട് വരൂ, മുഹൂർത്തം തെറ്റും. ആ വിളക്കിന് തരൂ, വിളക്കിന് തരൂ. ആ വളരെ ആലോചിച്ച് കയറിക്കോളൂ. ആ രാധാകൃഷ്ണൻ എപ്പോഴാ പറഞ്ഞു? അവിടെ പോലീസും ബഹളുവാ. പാർവതിക്കാവുന്ന നായ നേരെ കടവിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിക്കോളൂ. പിന്നെ ഒന്ന് 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 അഞ്ജലി, അഞ്ജലി, എനിക്ക് വയ്യ, ഇനി വയ്യ എനിക്ക്. ഉറക്കം വരണില്ലേ മുത്തശ്ശി? മേലിൽ തന്നെയല്ലേ വരുന്നുണ്ടാവുക? അപ്പൊ വെളുപ്പിനെ എത്തില്ലേ? വെളുക്ക ഇനിയുണ്ട് നേരം. വന്ന് കിടക്ക. മുത്തശ്ശി കിടന്നോളൂ. ഈ കുട്ടിയുടെ ഒരു തിടുക്കം. ഈ 5 കൊല്ലം കാത്തിരുന്നില്ലേ നീയെ? എന്നിട്ടാ ഇനിയിപ്പോ ഈ രാത്രിയും കൂടി? അവൻ ഇടഞ്ഞില്ലേ വരിക? വന്ന് കിടന്നോളൂ കുട്ടി.